അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവ് എന്ന ഈ വിജ്ഞാന സാഗരത്തിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ ദഅൽ ഖലായിഖ ഇലാ മാലികിഹി വ റബ്ബിഹി വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അരുൾ ചെയ്യുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്തുൽ ഗാഫിർ 60-ാമത്തെ വചനം. അള്ളാഹു പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, ജനങ്ങളെ നിങ്ങൾ എന്നോട് തേടുക, ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. എനിക്ക് ആരാധന നടത്തുന്നതിൽ അഹങ്കരിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി അവർ നാളെ നരകത്തിൽ മുഖം കുത്തി പതിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ പണ്ഡിതന്മാർ ചില വസ്തുതകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യൂ എന്ന് അള്ളാഹു പറഞ്ഞില്ല, മറിച്ച് നിങ്ങളുടെ റബ്ബിനോട്, വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക. റബ്ബ് എന്നാൽ നിങ്ങളുടെ ഉടമ. നിങ്ങൾ അടിമകളാണ്. അടിമകൾക്ക് ഉടമയോട് തേടാതെ നിർവാഹമില്ല, നിവർത്തിയില്ല. മറ്റൊരു പോംവഴി, മറ്റൊരു മാർഗം അവരുടെ മുന്നിലില്ല. ഉദ്ഉനി, വഖാല റബ്ബുക്കും ഉദ്ഉനി, അള്ളാഹു പറയുകയാണ്. നിങ്ങൾ കേവലം അടിമകൾ, ഒന്നിനും കഴിയാത്തവർ, ഒന്ന് ശ്വാസം വിടാൻ, ഒന്ന് അനങ്ങുവാൻ, ഒന്ന് ചലിക്കുവാൻ കഴിയാത്തവർ. നാം ആലോചിച്ച് നോക്കണം, നമ്മൾ സംസാരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ഈ ശ്വാസഗതി നിയന്ത്രിക്കുന്നത് ആരാണ്? ആരാണ് നിയന്ത്രിക്കുന്നത്? ഓരോ സമയത്തും ചിലപ്പോൾ വലത് മൂക്കിലൂടെ ശ്വാസം വരാം, ചിലപ്പോൾ ഇടത് മൂക്കിലൂടെ ശ്വാസം വരാം, ചിലപ്പോൾ രണ്ട് മൂക്കിലും കൂടി വരാം. നാം ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ തിന്നുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭോഗിക്കുന്നു, തമാശ കാണുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, നമസ്കരിക്കുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല. ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തുള്ള എല്ലാ നിർമ്മതവാദിയുടെയും നിരീശ്വരവാദിയുടെയും ദൈവമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിരീശ്വരവാദിയുടെ ശ്വാസം നിയന്ത്രിക്കുന്ന ആരാണ്? അയാളാണോ? അയാളുടെ പിതാവാണോ? മാതാവാണോ? അയാളെ നോക്കുന്ന ഡോക്ടറാണോ? ആരാണ്? അള്ളാഹു ആ ശ്വാസം പിടിച്ചു വെച്ചാൽ ആ നിമിഷം കുഴഞ്ഞു വീഴുകയല്ലേ ഫലമുള്ളൂ. ഇന്ത്യയുടെ ആരാധ്യനായിരുന്ന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ചു വീണത്. എത്രയോ പ്രഗത്ഭർ പ്രസംഗ സദസ്സിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക മരിച്ചു വീഴുന്നു. ആരറിയുന്നു? എന്തറിയുന്നു? മരിച്ചു വീഴുകയാണെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന തമ്പുരാൻ, എല്ലാം അറിയുന്ന തമ്പുരാൻ, എല്ലാം നോക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതാണ് നിങ്ങളുടെ റബ്ബിനോട്, ഉടമയോട് നിങ്ങൾ തേടൂ എന്ന് അല്ലാഹു പറഞ്ഞത്. രണ്ടാമതായി അല്ലാഹു പറഞ്ഞ അസ്തജിബ് ലക്കും, നിങ്ങൾ തേടിയാൽ ഞാൻ ഉത്തരം തരും. നിരുപാധികം, ഒരു ഉപാധിയുമില്ല, ഒരു കരാറുമില്ല. ഉത്തരം തരാൻ ഞാൻ സർവദാ സന്നദ്ധനാണ്. നിങ്ങൾക്ക് ഉത്തരം തരുന്ന എനിക്ക് യാതൊരു വൈമനസ്യവുമില്ല. നിങ്ങൾ തേടിയാൽ മതി. എന്നോട് ചോദിക്കൂ, ഞാൻ തരാമെന്നൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീടൊരു വാക്ക് പറഞ്ഞു, പേടിപ്പിക്കുന്ന ഒരു വാക്ക്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ആരാധന നടത്തുന്നതിൽ അഹങ്കരിക്കുന്നവർ, അഹങ്കാരത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യാത്തവർ,
ഇവിടെ സത്യത്തിൽ പറയേണ്ടത്, എന്നോട് ദുആ ചെയ്യാത്തവർ, എന്നോട് തേടൂ ഞാൻ ഉത്തരം ചെയ്യാം, എന്നോട് ദുആ ചെയ്യാത്തവർ അവരഹങ്കാരികളാണ്, അവരെ നരകത്തിലിടുമെന്നാണ് അള്ളാഹു പറയേണ്ടത്. പക്ഷേ അള്ളാഹു പറഞ്ഞത് എന്നോട് അഹങ്കരിക്കുന്നവർ എന്നാണ്. ദുആ ചെയ്യാത്തവർ, എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നവർ, എനിക്ക് റബ്ബിനോട് തേടേണ്ട കാര്യമൊന്നുമില്ല, പടച്ചവനെല്ലാം അറിയാം, അള്ളാഹുവിന് ആവശ്യമുണ്ടെങ്കിൽ നൽകട്ടെ എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവർ, അല്ലദീന യസ്തക്ബിറൂന ഇബാദത്തി, എനിക്ക് ആരാധന നടത്തുന്നതിൽ എന്നോട് അഹങ്കാരം കാണിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ദുആ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അഹങ്കാരമായി ഖുർആൻ വ്യാഖ്യാനിക്കുന്നു. അള്ളാഹു പറഞ്ഞു, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവരെ ഞാൻ നരകത്തിലിടും. ദുആ ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ നരകപ്രവേശനം ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, തൻ്റെ കഴിവ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുക, അള്ളാഹു തആല നിസ്സാരരാക്കിക്കളയും, നിന്ദ്യരാക്കിക്കളയും, തകർത്ത് കളയും. നമുക്കെന്ത് കഴിവ്, നമുക്കെന്ത് യോഗ്യത? 4 തവണ അടുപ്പിച്ച് ബാത്റൂമിൽ പോയാൽ തീരുന്ന കഴിവേ നമുക്കുള്ളൂ. പിന്നെ ശ്വാസം വിടാൻ പോലും ഞരങ്ങിക്കൊണ്ടായിരിക്കും. ഒരു കഴിവുമില്ലാത്ത നാം എന്തൊക്കെയാണെന്ന് ധരിക്കുന്നു, അഹങ്കരിക്കുന്നു. അഹങ്കരിക്കുന്നവരെ അള്ളാഹു നരകത്തിൽ പതിപ്പിക്കും, യാതൊരു സംശയവും വേണ്ട. പകരം ദുആ ചെയ്യുക, അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബിയെ, എന്നെക്കുറിച്ച്, രക്ഷിതാവായ തമ്പുരാനെക്കുറിച്ച് താങ്കളോട് ആരെങ്കിലും ചോദിച്ചാൽ പറയുക, ഫൈനി ഖരീബ്, ഞാനവരുടെ സമീപത്ത് തന്നെയുണ്ട്, ഞാനവരുടെ കൂടെയുണ്ട്. മറ്റു പല ദൈവങ്ങളെയും പോലെ ഒരു സ്ഥലത്തുറച്ചിരുന്ന് ജനങ്ങൾ അങ്ങോട്ട് ചെന്ന് ആരാധിക്കുന്ന ആ പ്രദേശത്തെ മാത്രം ദൈവമല്ല, അങ്ങനെയുള്ള വിശ്വാസമല്ല. ലോകത്തെല്ലായിടത്തും തൂണിലും തുരുമ്പിലുമുള്ള തമ്പുരാൻ, എവിടെയുമുള്ള തമ്പുരാൻ, ആരുടെയും സമീപസ്ഥനായ തമ്പുരാൻ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്, കൂടെയുണ്ട്. ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് തേടിയാൽ ഞാൻ അവൻ ഉടൻ തന്നെ ഉത്തരം കൊടുക്കുന്നു, ഞാൻ അവന് ആശ്വാസമാകുന്നു, ഉത്തരം കൊടുക്കുന്നു. ഫലസ്തജീബു ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, അതുകൊണ്ട് എന്നോട് ദുആ തേടണേ തേടണേ എന്ന്, ദുആ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന് തേടിക്കൊണ്ടേയിരിക്കുക. എന്നിട്ടോ വലിയുഅ്മിനൂ ബി, എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുക. ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചേക്കാം. തേടിയാൽ നിരുപാധികം ഉത്തരം തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ തേടാൻ ശ്രമിക്കുന്നതിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. ആരാധനകളുടെ മജ്ജ ഇബാദത്താണ്, ദുആയാണ്, പ്രാർത്ഥനയാണ് എന്ന് മഹാനായ പ്രവാചകൻ. നമുക്കറിയാം, ഒരു അസ്ഥിയുടെ ഉള്ളിൽ മജ്ജയില്ലെങ്കിൽ അത് പൊള്ളയാണ്, അതിന് ബലമുണ്ടാവില്ല, ഒടിഞ്ഞു പോകും. ഓരോ അസ്ഥിയുടെയും ഉള്ളിൽ മാംസമുള്ളതുകൊണ്ടാണ്, മജ്ജ ഉള്ളതുകൊണ്ടാണ് അതിന് ആ ബലം കിട്ടുന്നതും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും. ഈ ദുആയുടെ കാര്യം നമ്മൾ നോക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞു, മജ്ജയില്ലാത്ത അസ്ഥിയെപ്പോലെ, എല്ലുകളെ പോലെ ആയിരിക്കും ദുആ ഇല്ലാത്ത മനുഷ്യൻ്റെ ജീവിതം. അല്ലാഹുവിനോട് ദുആ ചെയ്യുക. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി അരുൾ ചെയ്തു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീം യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫ യദൈഹി ഇലൈഹി യറുദ്ദഹുമാ സഫ്റാ. അല്ലാഹു ഹയ്യുൻ കരീം, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മാന്യനുമാകുന്നു. അല്ലാഹു ലജ്ജിക്കുന്നു, ഒരടിമ കൈ ഉയർത്തി അല്ലാഹുവിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാതെ സിഫർ അന്നവനെ വെറും കൈയായി മടക്കി അയക്കുന്നതിൽ അല്ലാഹുവിന് ലജ്ജയുണ്ട്. നമുക്കറിയാം, ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ഒരു സഹായം ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം, അത് മാന്യതയുടെ അടയാളമാണ്. ചില ആളുകളുണ്ട്, അത് പരിഗണിക്കാതെ അവരെ അവഗണിച്ച് പോയി പണി നോക്കാൻ പറഞ്ഞു വിടും.
നമ്മളോടൊരാളൊരു കാര്യമൊന്ന് ചോദിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ പണം കൊടുക്കാൻ, സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു മാനസിക വിഷമം ഉണ്ടാകും. അത് മാന്യതയുള്ളത് കൊണ്ടാണ്. അള്ളാഹുവാണ് ഏറ്റവും മാന്യതയുള്ളവൻ. അള്ളാഹുവാണ് കുലീനത്വമുള്ളവൻ, ജെൻറ്റിൽനെസ് ഉള്ളവൻ. തൻ്റെ അടിമ തന്നോട് കൈ ഉയർത്തി യാചിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാതെ വിടുന്നത് അള്ളാഹുവിന് ലജ്ജയാണ്, നാണമാണ് എന്ന് മഹാനായ പ്രവാചക തിരുമേനി അരുൾ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുണ്ടായി, മാമിൻ മുസ്ലിമിൻ യദുഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫിഹി ഇസ്മുൻ വലാ ഖതിയത്തു റഹ്മിൻ ഇല്ലാ ആതാഹുല്ലാഹു ബിഹാ ഇഹദാ സലാസിൻ. ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന പാപത്തിന് വേണ്ടിയാവരുത്, 2 കുടുംബബന്ധം മുറിക്കുന്നതിന് വേണ്ടിയുമാവരുത്. കുടുംബബന്ധം മുറിക്കുന്നതിനോ എന്തെങ്കിലും പാപം ചെയ്യുന്നതിനോ അല്ലാത്ത ഒരു പ്രാർത്ഥന, ഒരാവശ്യം ഒരു അടിമ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായും അത് സ്വീകരിക്കും. 3 രീതിയിലുള്ള പ്രതികരണം ആയിരിക്കും അള്ളാഹുവിൽ നിന്നുണ്ടാകുക. ഏതെങ്കിലും ഒന്ന്, 3-ലേതെങ്കിലും ഒന്ന്. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞു, ഇമ്മാൻ തുഅജ്ജല ലഹു ദഅവതുഹു. ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രാർത്ഥന അള്ളാഹു ഉടൻ സ്വീകരിക്കും, അവൻ്റെ ദുആ സ്വീകരിച്ചിരിക്കും. എത്ര വലുതാണെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരിക്കും. 2 വഇമ്മ യദ്ദഖറഹ ലഹു ഫിൽ ആഖിറ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അവനത് സൂക്ഷിച്ചു വെച്ച് പകരം കൊടുക്കും. സ്വീകരിക്കപ്പെടാത്ത, ഭൂമിയിലെ സ്വീകരിക്കപ്പെടാത്ത ദുആ, അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പകരം ആഖിറത്തിൽ, മരണാനന്തര ജീവിതത്തിൽ വമ്പിച്ച പ്രതിഫലം കൊടുക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വീകരിക്കപ്പെടാത്ത ദുആക്കളുടെ പ്രതിഫലം ആഖിറത്തിൽ വെച്ചൊരടിമ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു എൻ്റെ ഒരു ദുആയും സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നവൻ സന്തോഷിച്ച് വിളിച്ചു പറയുമെന്ന് മഹാനായ പ്രവാചകൻ പറയുകയുണ്ടായി. മൂന്നാമതായി അവിടെ നിന്ന് പറഞ്ഞു, ഇമ്മായി യുസ്റഫ് യസ്രിഫാൻഹു മിനസ്സൂഇ മിസ്ലുഹ. വൈമായി യുസ്റഫാൻഹു മിനസ്സൂഇ മിസ്ലുഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനീ ചെയ്ത ദുആയുടെ പേരിൽ ആ കാര്യം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ പേരിൽ അവന് നിശ്ചയിച്ചിരുന്ന ഒരാപത്ത്, ഒരു പരീക്ഷണം, ഒരു കഠിനമായ പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. ഒരേ എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നൽകുന്നത് ദുആ സ്വീകരിക്കുന്നതിന്. ആഖിറത്തിൽ ഒന്നുകിൽ പകരം കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ ദുനിയാവിൽ ദുആ സ്വീകരിച്ച് കാര്യം നടത്തി കൊടുക്കും. അതല്ലെങ്കിൽ ഈ ദുആയ്ക്ക് പകരം അള്ളാഹു ഒരാപത്തിനെ അവനും തട്ടി നീക്കും, മാറ്റിക്കളയുമെന്ന് മഹാനായ പ്രവാചകൻ. അള്ളാഹു റസൂൽ ഇത്രയും പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇതൻ നുക്സിർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതാ ദുആ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഒരുപാട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അക്സർ, അള്ളാഹുവാണ് ഏറ്റവും വലിയ, ഏറ്റവും ധാരാളം, ഏറ്റവും കൂടുതലായി കൊടുക്കുന്നവൻ. നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുമെങ്കിൽ അള്ളാഹു പ്രതിഫലവും ധാരാളമായി നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ദൂതർ അരുൾ ചെയ്യുകയുണ്ടായി. നബിതങ്ങൾ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ജനങ്ങളെ, അള്ളാഹുവിന് മനോഹരങ്ങളായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ എണ്ണിപ്പറഞ്ഞ് ദുആ ചെയ്യുക, ദുആ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന് വിശിഷ്ടമായ 99 നാമങ്ങളുണ്ട്. അർ റഹ്മാനുർ റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാർ, അൽ വഹാബുർ റസാഖുൽ ഫത്താഹുൽ അലീം. ഇങ്ങനെ അള്ളാഹുവിന് 99 മനോഹരങ്ങളായ നാമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു ദുആ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ അള്ളാഹു ചിലപ്പോൾ മാറ്റും ദുആ കൊണ്ട്. അള്ളാഹു നമ്മൾക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന തീരുമാനങ്ങളുണ്ട്, ആ തീരുമാനങ്ങൾ തന്നെ അള്ളാഹു തആല മാറ്റിക്കളയും അടിമകളുടെ ദുആ കൊണ്ട്. ഉദാഹരണത്തിന് ആയുസ്, അള്ളാഹു 60 വർഷം ആയുസ് നിശ്ചയിച്ച് ജനിപ്പിച്ചു വിട്ട ഒരു മനുഷ്യൻ, അവൻ്റെ നിരന്തരമായ ദുആയുടെ പേരിൽ അള്ളാഹു ചിലപ്പോൾ 70-80 കൊടുത്തെന്ന് വരാം. അള്ളാഹുവിൻ്റെ ഖളാ, അള്ളാഹുവിൻ്റെ തീരുമാനം മാറ്റുന്നത് ഇപ്രകാരമായിരിക്കും. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു. ബന്ധുക്കൾക്ക്, കുടുംബത്തിന് സഹായം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു തആല സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, സുഭിക്ഷത വർദ്ധിപ്പിച്ചു തരും, ആഹാരം വർദ്ധിപ്പിച്ചു തരും എന്നും പ്രവാചകൻ. തൻ്റെ കുടുംബങ്ങൾ,
തൻ്റെ വീട്ടിലുള്ളവർ, തൻ്റെ ബന്ധുക്കൾ, അവർ വളരെ പട്ടിണിയിലും കഷ്ടപ്പാടിലുമാണ്. അവരെ സഹായിക്കുക, അവർക്ക് കൊടുക്കുക. തൻ്റെ കുടുംബത്തിന് കൊടുത്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും അവരുടെ സമ്പത്ത് അള്ളാഹു ഇരട്ടിപ്പിച്ച് തരികയും ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല മിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. അള്ളാഹുവിൻ്റെ ദൂതർ അരുൾ ചെയ്തു, ദുആ ഇറങ്ങി, അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങിയ കാര്യങ്ങൾക്കും നല്ലതാണ്, ഇനി ഇറങ്ങാൻ പോകുന്നതിനും നല്ലതാണ്. അള്ളാഹുവിൻ്റെ എന്തെങ്കിലും അദാബോ ശിക്ഷയോ പരീക്ഷണമോ ഫിത്നയോ ഒക്കെ ഉണ്ടായാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സംരക്ഷണമാണ്. അതോടൊപ്പം ലം യൻസിൽ, ഇതുവരെ ഇറങ്ങാത്ത അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്കും ദുആ ഏറ്റവും നല്ലതാണ് എന്ന് മഹാനായ പ്രവാചകൻ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, മല്ലം യസ്അലില്ലാഹ യഗ്ളുബ് അലൈഹി. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുന്നവനോട് അള്ളാഹുവിന് കോപമാണ്. അള്ളാഹുവിനോട് കൈ നീട്ടി യാചിക്കാത്തവനോട് അള്ളാഹുവിന് കടുത്ത കോപമാണ്, ദേഷ്യമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉംറയ്ക്ക് പോകാൻ പ്രവാചകനോട് അനുമതി തേടി. അദ്ദേഹം യാത്രയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വരികയും മദീനയുടെ അതിർത്തി വരെ അദ്ദേഹത്തിനോടൊപ്പം യാത്രയാക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അശ്രിക്ന യാ ഉഖയ്യ ഫീ ദുആഇക ലാ തൻസാന. എൻ്റെ കുഞ്ഞു സഹോദര, ഞങ്ങളെ മറന്നു കളയരുതേ, ദുആക്കളിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തണേ. ആരാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ദുആ ചെയ്യണമെന്ന് പോലും പഠിപ്പിച്ചു കൊടുത്ത ആ പ്രവാചകൻ തനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമറുൽ ഫാറൂഖിനോട് പറയുകയുണ്ടായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കലിമത്തൻ മാ യസുറുനി അന്നലി ബിഹ അദ്ദുനിയ. പ്രവാചകരുടെ ഈ വാക്കിന് പകരം ഈ ദുനിയാവ് മുഴുവനും കിട്ടിയാലും എനിക്ക് ഇത്രയും സന്തോഷമുണ്ടാകുമായിരുന്നില്ല. ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസ്. നബി തങ്ങളുടെ ഈ വാക്കിന് പകരം ഈ ഭൂമി, പ്രപഞ്ചം മുഴുവൻ തന്നാലും എനിക്ക് പകരമാകും. എൻ്റെ കുഞ്ഞു സഹോദര, ദുആയിൽ നമ്മളെ മറക്കല്ലേ, നമുക്ക് വേണ്ടി കൂടി ദുആ ചെയ്യണേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെക്കാൾ താണവരോടും ദുആയോട് പറയണം, അവരോടും ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം, മറ്റുള്ളവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇത്രമാത്രം ഔദാര്യം കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്താൽ മതി, ഞാൻ സ്വീകരിക്കാം, തരാം. ഒന്നുകിൽ ഉടനെ തരാം, ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരുപാട് ആപത്തുകൾ നീക്കിത്തരാം, അതുമല്ലെങ്കിൽ പരലോകത്ത് തരാമെന്ന് അല്ലാഹു പറയുന്നു. പക്ഷെ എങ്ങനെ ദുആ ചെയ്യണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു വലിയ ആനുകൂല്യം സർക്കാരിൽ നിന്ന് കിട്ടാൻ പോകുന്നു, പക്ഷേ ഒപ്പിട്ട സ്ഥലം തെറ്റിപ്പോയി. ഇലക്ഷനിൽ മത്സരിക്കുന്നു, പക്ഷേ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് മുഴുവൻ തെറ്റായിപ്പോയി. അയാളുടെ പത്രിക തള്ളപ്പെടും. നേരായ രീതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ ചെക്ക് മടങ്ങും. ചെക്ക് എഴുതേണ്ട രീതിക്ക് എഴുതിയില്ലെങ്കിൽ ക്യാഷ് നഷ്ടപ്പെട്ടു പോകും. ദുആയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ദുആയ്ക്ക് കുറേ മര്യാദകളുണ്ട്. ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ സമയങ്ങൾ പ്രത്യേകം നിർണ്ണയിച്ച് തന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും അത് പാലിക്കുക, ദുആ ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഖിബലയ്ക്ക് നേരെ ഇരുന്ന് വേണം ദുആ ചെയ്യാൻ. കഅബ ഷരീഫിൻ്റെ ദിശയിലേക്ക് ഖിബലയ്ക്ക് നേരെ ഇരുന്ന് വേണം ദുആ ചെയ്യാൻ. രണ്ട്, ദുആ ചെയ്യുമ്പോൾ ഒളു ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മൂന്ന്, ദുആ ആരംഭിക്കുന്ന എപ്പോഴും ഹംദും സ്വലാത്തും കൊണ്ടായിരിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ, ഇത് പറഞ്ഞിട്ടില്ല ദുആ ആരംഭിക്കരുത്. ആദ്യം അല്ലാഹുവിനെ പുകഴ്ത്തണം. പുകഴ്ത്താൻ അറിയാവുന്ന വാക്കുകളിലൊക്കെ പുകഴ്ത്തണം. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ കമാ യംബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക് സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക് അന്ത കമാ അസ്നൈത അലാ നഫ്സിക് ഫലകൽ ഹംദു ഹത്താ തർളാ. അറിയാവുന്ന വാക്കുകളിലൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ വാഴ്ത്തുക. രണ്ടാമത്, പ്രവാചകൻ്റെ പേരിൽ സ്വലാത്തി ചൊല്ലുക. ഇങ്ങനെ അല്ലാതെ ഒരിക്കലും ദുആ ചെയ്യരുത്.
ആലിമ്യങ്ങളൊക്കെ ദുആ ചെയ്യുന്നത് കേൾക്കാറില്ലേ? അങ്ങനെ വേണം ദുആ ചെയ്യാൻ. മൂന്നാമത്, കൈകൾ ഉയർത്തണം. കുറഞ്ഞത് തോളുകൾക്കൊപ്പമെങ്കിലും ഉയർത്തിയിരിക്കണം. ചില ആളുകൾ ഇങ്ങനെ വയറൊക്കെ താങ്ങി പിടിച്ച് ദുആ ചെയ്യുന്നത് കാണാം. ചിലരിങ്ങനെ അശ്രദ്ധരായി ആമീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അതൊന്നും ശരിയല്ല. തോളിൻ ഒപ്പമെങ്കിലും കൈ ഉയർത്തിയിരിക്കണം. എത്രയും കൈ ഉയർത്താൻ കുഴപ്പമൊന്നുമില്ല. മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും കൈകൾ നന്നായിട്ട് ഉയർത്തുമായിരുന്നു. ഹത്താ നറ ബയാല ഇബ്തിഹി, പ്രവാചകരുടെ കക്ഷം ഞങ്ങൾക്ക് വെളിവാകുമായിരുന്നു. അവിടുത്തെ കക്ഷം നല്ല വെളുപ്പായിരുന്നു. കക്ഷം വെളിവാകത്തക്കവണ്ണം അവിടെ നിന്ന് കൈ ഉയർത്തി ദുആ ചെയ്യുമായിരുന്നു. നമ്മളും സാമാന്യം നന്നായിട്ട് ഉയർത്തുക. ഏറ്റവും കുറഞ്ഞത് തോളിനൊപ്പമെങ്കിലും ഉയർത്തിയിരിക്കണം. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കണം. ചില ആളുകൾ അശ്രദ്ധമായി ദുആ ചെയ്യുന്ന കാണാറില്ലേ? ഇങ്ങനെ താത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിക്കാതെ ഒക്കെ ദുആ ചെയ്യുന്ന കാണാം. ഇതൊന്നും ശരിയല്ല. 4 അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ദുആ ചെയ്യുക. ഉദുല്ലാഹ വഅന്തും മൂഖിനൂന ബിൽ ഇജാബ, സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ വേണ്ട, അള്ളാഹു സ്വീകരിക്കുമെന്ന വിശ്വാസത്തിൽ ദുആ ചെയ്യുക. ദുആയുടെ ഏറ്റവും കുറഞ്ഞ 5 മര്യാദകളാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അറിഞ്ഞ് ദുആ ചെയ്യുക, പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിച്ച് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിച്ച് നേടിയെടുക്കുന്ന കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരു സഹോദരിയുടെ കത്താണ് എറണാകുളം ജില്ലയിൽ നിന്ന്. അവരെഴുതിയിരിക്കുന്നത്, ഞങ്ങൾ 6 മക്കളാണ്. അക്കൂട്ടത്തിൽ ഒരാൾ സാമ്പത്തികമായി വളരെ പിന്നിലാണ്. ഞങ്ങളുടെ സക്കാത്ത് മറ്റുള്ളവരുടെ സക്കാത്ത് അവർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ? എൻ്റെ മറ്റ് സഹോദരങ്ങൾ അങ്ങനെ കൊടുക്കരുതെന്ന് പറയുന്നു. കാരണം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ അധ്വാനിക്കുകയില്ല. അതുകൊണ്ട് കൊടുക്കരുതെന്ന് പറയുന്ന ഏതാണ് ശരി? അൽഹംദുലില്ലാ, നിങ്ങളുടെ സക്കാത്തിന് ആ സഹോദരി തീർച്ചയായും അർഹയാണ്. അവരോടും അവരുടെ കുടുംബത്തോടുമെല്ലാം പരിശ്രമിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുക, ഉപദേശിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്, കൊടുക്കണം. നിങ്ങളോടൊപ്പം അവരെയും കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. സക്കാത്ത് വീടുമെന്ന് മാത്രമല്ല, 2 കൂലി നിങ്ങൾക്ക് കിട്ടും. 1 സക്കാത്ത് കൊടുത്തതിൻ്റെ കൂലി, 2 കുടുംബ ബന്ധം ചേർത്തതിൻ്റെ കൂലി. അള്ളാഹു 2 പ്രതിഫലം തരും. അതോടൊപ്പം അവരെ ഉപദേശിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിത്തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഈ വരുന്ന മാർച്ച് 28-ാം തീയതി ഉംറയ്ക്ക് പുറപ്പെടുന്നു. ഈ വിനീതനോടൊപ്പം ഉംറ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക. വരുന്ന മെയ് മാസം ഇൻഷാ അല്ലാഹ് റഷ്യയിൽ പോയി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. 7 ദിവസമുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് പുണ്യസ്ഥലങ്ങളും റഷ്യ എന്ന നാടുമൊക്കെ കണ്ട് മടങ്ങാം. താല്പര്യമുള്ളവർ അതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9387544151 9746968177. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ കത്തിൽ, നിർദ്ദേശങ്ങളുമൊക്കെ കത്തിൽ എഴുതുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും ഈ പ്രോഗ്രാം ഒരുപാട് കാര്യം നിലനിൽക്കാനും വേണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് കേരള വിഷനിലൂടെ വീണ്ടും കണ്ടുമുട്ടാം.